ഹാപ്പിയാണ്, ഒത്തിരി ഹാപ്പിയാണ്. ഞാൻ അവിടെ പറഞ്ഞ പോലെ ഫ്രീഡേ ആകെ ബാക്കി ഡയറക്ടറോടൊപ്പം എന്താണ് ഈ ഒരു ത്രെഡ് എവിടുന്നാണ് റിയൽ ലൈഫായിട്ട് കാണാനുള്ളവരൊക്കെ പടം കാണും, എന്നാലും ഇഷ്ടപ്പെടും. രണ്ടാമത് കാണും, ഇനി വീണ്ടും ഇഷ്ടം. എല്ലാവരും തിയേറ്ററിൽ തന്നെ ഇത് കാണുക, തിയേറ്ററിൽ മിസ്സാക്കാതിരിക്കുക. എന്തായാലും എൻ്റർടൈൻ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും, ഒരു ഒറിജിനൽ സിനിമയായിരിക്കും. ഹാപ്പിയാണ്, ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. താങ്ക് യു നശിക, താങ്ക് ബൈ ബൈ ബൈ. നമുക്ക് പലപ്പോഴായിട്ട് എന്താ പറയുക, ഭയങ്കര ഹാർഡ് കോറായിട്ട് എയിം വെച്ച് ഓൾസോ താങ്കൾ അങ്ങനെയാണ്. സോ റിയൽ ലൈഫായിട്ട് ഉണ്ടാവും, നമ്മുടെ അനുഭവം വരില്ല പടത്തിൽ. ഉണ്ടായിരുന്നു ഷസാം കോൾമി ഷസാമിൻ്റെ ഫ്ലിപ്പിങ് ചെയ്യണത് അത് ആരെയും ഇൻസ്പയർഡ് ആയിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ അല്ലാണ്ട് വേറെ ഷസാമിൻ്റെ എനിക്ക് കുറേ അതെനിക്ക് അറിഞ്ഞൂടാ. അത് ഇങ്ങനെ നെസ്ലിൻ്റെ ലുക്സ് കാണുമ്പോൾ ഗ്ലോറിഫൈ ചെയ്യുന്ന പരിപാടിയില്ല. അതായത് ഒരു ഗോഡ് ഫാദർ ഉണ്ടാവുക, സിനിമയെക്കുറിച്ചാണ് ഈ സിനിമ സംസാരിക്കുന്നത്. അത് നല്ലത് ചെയ്താൽ നല്ലത് സംഭവിക്കുക, അതൊന്നും അല്ല ഈ സിനിമയിൽ നടക്കുന്നത്, അല്ലെങ്കിൽ റിയൽ ലൈഫിൽ നടക്കുന്നത്. വളരെ പച്ചക്ക് പറഞ്ഞിരിക്കുകയാണ്. നസ്ലേൻ എന്ന ആക്ടർ ഒരു വേറിട്ട രീതിയിലുള്ള ഒരു വളരെ മെച്ചൂർഡായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തു. കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷെ അതിന് മേലെ എനിക്ക് ഇഷ്ടപ്പെട്ടത് അഭിനയം എന്നുള്ള ആ ഒരു റൈറ്റർ ഡയറക്ടറിൻ്റെ ഈ ഒരു പടത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റാണ്. റൈറ്ററല്ല, ഡയറക്ടർ എഡിറ്ററിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഒരു ഗംഭീരമായ സിനിമാറ്റിക് അനുഭവമാണ്. ഡയറക്ടർ ഒരുപാട് സിനിമയിൽ സ്ട്രഗിൾ ചെയ്തിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ അയാളുടെ പല ഷെയ്ഡ്സും ഈ സിനിമയിൽ നസ്ലൻ ചെയ്തിട്ടുള്ള ക്യാരക്ടറിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ജെന്യുവനായിട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. കുറേ സിനിമകൾ കണ്ടുകൊണ്ട് മടുത്താണ്, പക്ഷേ ഇത് ഇതുവരെ കാണാത്ത ടൈപ്പ് നല്ലൊരു ഫീല് തന്നൊരു സിനിമയാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ഇതിന് പറയാം നല്ല ഭാഗ്യമുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. പടം കൊള്ളാം, പിന്നെ കണ്ടിരിക്കുന്നത് എല്ലാ എലമെന്റ്സും ഉണ്ട്. എല്ലാം ഉണ്ട്, എല്ലാം നല്ല പടം. ഭയങ്കര തോട്ടത്തായിട്ട് നമുക്കിങ്ങനെ നമ്മുടെ സിനിമ ഇങ്ങനെയാണ്, നമ്മുടെ സങ്കല്പത്തിൻ്റെ ഇതാണ് എൻ്റെ സിനിമ. ഇങ്ങനെ തന്നെ പറയുന്നത്. ഇപ്പോൾ മൂന്നനുണ്ണിയിലായാലും ഇതിലായാലൊക്കെ കഥ പറയുന്നൊരു ശൈലിയുണ്ട്. ആ ഒരു ശൈലി ഇപ്പോൾ ഇൻബിൽറ്റ് ആയിട്ട് ഇപ്പോൾ ഈ സിനിമയിൽ പറയുന്ന നസ്ലിൻ്റെ ക്യാരക്ടർ പറയുന്ന പോലെ തന്നെയാണെങ്കിൽ എൻ്റെ ക്രിയേറ്റിവിറ്റിനെ ഇത് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ ആ ക്രിയേറ്റിവിറ്റി ഈ രീതി തന്നെ എല്ലാ സ്റ്റോറീസും, കാരണം മൂന്നനുണ്ണി ആയാലും ഇതായാലും പറഞ്ഞു വയ്ക്കുന്ന ടോപ്പിക്സ് ആയാലും പൊളിറ്റിക്സ് ആയാലും പറയുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ഡാർക്ക് ഹ്യൂമറും എലമെൻറ്റ്സ് എല്ലാം ഫീൽ. ആ ഒരു ക്രിയേറ്റീവ് സൈഡ് എങ്ങനെയാണ് വർക്ക് ചെയ്തത്? നമുക്കിതൊക്കെ നമ്മൾ വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല, അത് നമ്മുടെ ഒരു ഇഷ്ടമാണല്ലോ, നമ്മുടെ രീതിയാണ്, അതങ്ങനെ വരുന്നതാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ആലോചിക്കാറില്ല. ഇപ്പോൾ കോമൺലി എല്ലാവരും ഈ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ കഴിയുമ്പോൾ ആദ്യം ചെയ്യുന്നത് ശരിക്കും ഡയറക്ടറിൻ്റെ ലൈഫിൽ നിന്ന് എടുത്ത ചിന്തകളാണെന്ന് ചോദിക്കും. ഉണ്ടാവുമല്ലോ, എക്സ്പീരിയൻസസ് ഉണ്ടാവും. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണ്ട.
കണ്ടിട്ടില്ലേ? ഇവിടെ വന്നിട്ടുണ്ട്, ഇപ്പൊ കണ്ട്. ആ സിനിമ കാണാനുള്ളവരോടൊക്കെ ഫോട്ടോ എടുത്താ സംസാരിച്ച്. അപ്പൊ എന്താണ് ചേട്ടൻ പറഞ്ഞത് ഫസ്റ്റ് ഷോ കണ്ടു കഴിഞ്ഞപ്പോ? ഇവരെല്ലാവരും നല്ല അടിപൊളി പെർഫോമൻസ് ആണ്. നമ്മൾ ഡയറക്ടറുടെ തന്നെ ഒരു എക്സ്റ്റൻഡ് ഒരു ക്യാരക്ടർ പോലെ തോന്നും ഈ സിനിമ. ആ മുതലുണ്ണി അസോസിയേറ്റ് എടുത്ത് നോക്കിയാലും ഈ സിനിമ എടുത്ത് നോക്കിയാലും അത് തന്നെ കാണാൻ പറ്റും. നല്ല അടിപൊളി ട്രീറ്റ്മെന്റ്, ഒരു തരത്തിലും മടുപ്പിക്കാതെ നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള മേക്കിംഗ് മാത്രം നല്ല സ്ക്രീൻ പ്ലേ, നല്ല അടിപൊളി പെർഫോമൻസ്, മൊത്തത്തിൽ നല്ല എന്റർടൈൻ ആണ്. 2 മണിക്കൂർ 48 മിനിറ്റ് ഉണ്ട്, ഒരു തരം ലാഗില്ലാതെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. കിടിലൊരു എന്റർടൈൻ ആയിട്ട് തോന്നും. നസ്ലിനെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ഷെയ്ഡിലാണ് കണ്ടിട്ടുണ്ട്. സ്ഥിരം നമ്മളൊരു കോളേജ് പയ്യൻ നമ്മളെ ചടിയടിച്ചത് നമ്മളെ രസിപ്പിക്കുന്ന ഒരു പയ്യനിൽ നിന്ന് കുറച്ചുകൂടി മെച്ചൂർഡ് ആയിട്ടാണ് അടിപൊളി ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് കൊണ്ട് നസ്ലിൻ നല്ല പീക്കായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല കിടിലാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതിൽ സിനിമയെ വളരെ ഗ്ലോറിഫൈ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. വളരെ ചീസി ആയിട്ട് മാത്രം പക്ഷേ റിയൽ ലൈഫിൽ ഒരാൾ സിനിമ എടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെ നേരിടേണ്ടി വരും പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, പരമാവധി റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്.